ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കുന്നത് +1 ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയുടെ അടുത്തൊരു ടോപ്പിക് അല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ബാക്കിയായിട്ടുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കോൺസെൻട്രേഷനെ കുറച്ച് ടേംസ് വെച്ചിട്ട് ഡിഫൈൻ ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ വോളിയം പെർസെൻറ്റേജ്, മാസ് പെർസെൻറ്റേജ്, മോൾ ഫ്രാക്ഷൻ, ഈ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു. അതിൽ ഇനിയുള്ള 2 ടേംസ് എന്ന് പറഞ്ഞാൽ മൊളാലിറ്റിയുമാണ്. അപ്പം ആ 2 ടേംസ് ആണ് ഞാൻ ഇന്നിവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. സോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം മൊളാരിറ്റി. ഓക്കെ, മൊളാരിറ്റി എന്ന് പറയുന്നത് നമ്മൾ എം വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് ക്യാപിറ്റൽ ലെറ്റർ എം ആണ് മൊളാരിറ്റി റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പം നോക്കിയേ, എന്താ മൊളാരിറ്റി എന്ന് നോക്കിയേ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അതായത് നിങ്ങൾ 1 ലിറ്റർ സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ എത്ര സൊല്യൂട്ട് ഡിസോൾവ് ആയിട്ടുണ്ടോ ആ അളവിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആ അളവിനെ വിളിക്കുന്ന പേരാണ് മൊളാരിറ്റി. ഓക്കെ, ആ അളവിനെ വിളിക്കുന്ന പേരാണ് മൊളാരിറ്റി. അത് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എം വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അടുത്തത് യൂണിറ്റ് ഈസ് മൊളാർ ഓർ മോൾസ് പെർ ലിറ്റർ. അതായത് മൊളാരിറ്റിയുടെ യൂണിറ്റിനെ നമ്മൾ മോളാർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ മോൾസ് പെർ ലിറ്ററിൽ പറയും. ഈ 2 യൂണിറ്റ് ആണ് മൊളാരിറ്റിക്കുള്ളത്. ഏതൊക്കെയാണ്? മോളാറും മോൾസ് പെർ ലിറ്ററും. ഓക്കെ, സോ ഇത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, മൊളാരിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തൊരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. എം ഈസ് ഈക്വൽ ടു, അതായത് എം എന്ന് പറയുന്നത് മൊളാരിറ്റിയാണ്. എം ഈസ് ഈക്വൽ ടു number of moles of solute divided by volume of solution in liter. ഓക്കെ, ഇനി നിങ്ങളോട് എക്സാമിന്, അതായത് ഈ ഒരു ഇക്വേഷൻ നമുക്ക് മൊളാരിറ്റിക്ക് പഠിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇനി നിങ്ങളുടെ എക്സാമിന് പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ഉണ്ട്. അത് ഞാൻ എഴുതി കാണിക്കാം. നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ വരുമ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു ഇക്വേഷൻ ആണത്. നോക്കൂ, മൊളാരിറ്റി നമ്മൾ എം വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തത്. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു WB ഡിവൈഡഡ് ബൈ MB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ VML. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ഇക്വേഷനാണ്. അപ്പം നമുക്ക് നോക്കാം ഇതിൽ എന്താണ് ഡബ്ല്യു എന്ന് പറയുന്നത്. അതായത് ഡബ്ല്യു എന്ന് പറയുന്നത് എവിടെ കണ്ടാലും അത് ഗിവൺ മാസ് ആണ്. എന്താണ്? ഗിവൺ മാസ് ആണ് ഡബ്ല്യു എന്ന് നമ്മൾ പറയുന്നത്. സോ എം എന്ന് പറയുന്നത് എന്താണ്? എം എന്ന് പറയുന്നത് മോളാർ മാസ് ആണ്. എം എന്ന് പറയുന്നത് മോളാർ മാസ്. ഇനി എ എന്ന് കണ്ടാൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എ എന്ന് പറഞ്ഞാൽ അത് സോൾവെന്റ് ആണ്. എപ്പോഴും ഓർത്തോണം, എ എന്ന് കണ്ടാൽ അത് സോൾവെന്റ് ആണ്. ബി എന്ന് കണ്ടാൽ അത് സൊല്യൂട്ട് ആണ്. ഓക്കെ, ഇത്രയും ടേംസ് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഡബ്ല്യു എന്ന് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം അത് തന്നിരിക്കുന്ന മാസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എം എന്ന് പറഞ്ഞാൽ അത് മോളാർ മാസ് ആണ്. എ ആണെങ്കിൽ അത് സോൾവെന്റ് ആണ്. ബി ആണെങ്കിൽ അത് സൊല്യൂട്ട് ആണ്. ഇത്രയും അറിഞ്ഞാൽ ഏത് ടേമും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത് കാണുന്നതെന്ന് നോക്കാം. അതായത് അപ്പം നിങ്ങൾ നോക്കിയേ, WB എന്ന് പറഞ്ഞാൽ എന്താണ്? W എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ആണ്, B എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് ആണ്. സോ WB എന്ന് പറഞ്ഞാൽ അപ്പം എന്തുവാ? ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട്. ഓക്കെ, ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ആണെന്ത്? WB എന്ന് പറയുന്നത്. അപ്പം MB എന്ന് പറയുന്നത് എന്തായിരിക്കും? എം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൊളാർ മാസ് ആണ്, B എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് ആണ്. സോ മൊളാർ മാസ് ഓഫ് സൊല്യൂട്ട്, molar mass of solute. നെക്സ്റ്റ് VML. എന്താണ് VML? VML എന്ന് പറഞ്ഞാൽ വോളിയം ഇൻ മില്ലി ലിറ്റർ. വോളിയം ഇൻ മില്ലി ലിറ്റർ. ഓക്കെ, വോളിയം ഇൻ മില്ലി ലിറ്റർ. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഈ ഇക്വേഷൻ വെച്ചുള്ള ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിത് കൂടുതൽ മനസ്സിലാകും. ഓക്കെ,
സോ അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 8 gram ഓഫ് NaOH ഇൻ 500 ml ഓഫ് വാട്ടർ അല്ലേ. അപ്പം നമുക്കിവിടെ മൊളാരിറ്റി കാണാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് അല്ലേ. മൊളാരിറ്റി ആണ് നമുക്ക് കാണേണ്ടത്. അപ്പം ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് നമുക്ക് തന്നിട്ടുണ്ട് 8 gram അല്ലേ. ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്, അതായത് WB അല്ലേ, അതല്ലേ ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട്. WB നമുക്ക് തന്നിട്ടുണ്ട് 8 gram എന്ന്. ഇനി വോളിയം ഇൻ 500 ml തന്നിട്ടുണ്ട്. അപ്പം വോളിയം VML, വോളിയം ഇൻ മില്ലി ലിറ്റർ നമുക്ക് തന്നിട്ടുണ്ട് 500 ml. ഓക്കെ. സോ അടുത്തത് നോക്ക്, ഇവിടെ NaOH. അപ്പോൾ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് നമുക്ക് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് നമുക്ക് കാണണമെങ്കിൽ നമ്മൾ ആരുടെ മോളാർ മാസ് കണ്ടാൽ മതി? NaOHൻ്റെ മോളാർ മാസ് കണ്ടാൽ മതി. സോ NaOHൻ്റെ മോളാർ മാസ് എങ്ങനെ കാണും? NaOHൻ്റെ മോളാർ മാസ് എങ്ങനെ കാണും? നമുക്കറിയാം Na എന്ന് പറയുന്ന ഇതിൻ്റെ, അതായത് സോഡിയത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് 23 ആണ്. പിന്നെ ഓക്സിജൻ്റെ മാസ് എന്ന് പറയുന്നത് 16 ആണ്. ഹൈഡ്രജൻ്റെ മാസ് എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. സോ NaOH എന്ന് പറയുമ്പം അപ്പോൾ എത്രയാണ്? 23 + 16 + 1. സോ 24 + 16 40 gram. അപ്പം നമുക്ക് മോളാർ മാസ് 40 gram ആണ് നമുക്ക് എന്ത് കിട്ടിയത്? മോളാർ മാസ് നമുക്ക് 40 gram കിട്ടി. ഏതിൻ്റെ മോളാർ മാസ് ആണ്? NaOHൻ്റെ മോളാർ മാസ്. ഇനി നമുക്കറിയാം മൊളാരിറ്റി കണ്ടുപിടിക്കാൻ അല്ലേ. മൊളാരിറ്റി കണ്ടുപിടിക്കാൻ M = WB ഡിവൈഡഡ് ബൈ MB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ വോളിയം ഇൻ മില്ലി ലിറ്റർ അല്ലേ. നമുക്കറിയാം WB എന്ന് പറയുന്നത് എത്രയാണ്? ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് എത്രയാണ്? 8 gram അല്ലേ. 8 ഡിവൈഡഡ് ബൈ മോളാർ മാസ് എത്രയാണ് ഇപ്പം കിട്ടിയത്? 40 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ വോളിയം ഇൻ മില്ലി ലിറ്റർ 500 ml. സോ 500. ഇനി കോമൺ ആയിട്ടുള്ളതെല്ലാം നമുക്ക് വെട്ടിപ്പോ 2 ഇപ്പം 16 ഡിവൈഡഡ് ബൈ 40 അല്ലേ. 4 വെച്ച് വെട്ടുമ്പം 10 4 2 2s are 4 5. സോ 2/5 കണ്ടോ? 2/5 എന്താണ്? 2/5 മൊളാർ അല്ലേ. മൊളാർ എന്നല്ലേ മൊളാരിറ്റി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം 2/5 മൊളാർ ഇതാണ് നമുക്ക് കിട്ടിയ ആൻസർ. അത്രയും. അപ്പോൾ നമുക്ക് മൊളാരിറ്റി നമുക്ക് കിട്ടിയ എത്രയാണ്? 2/5 മൊളാർ. സോ ഈ ഇക്വേഷൻ, അതായത് ഈ M = WB/MB × 1000/VML എന്ന് പറയുന്ന ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് വെച്ചാണ് നമ്മൾ മൊളാരിറ്റി കാണുക. ഓക്കെ. മൊളാരിറ്റിയുടെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്? ക്യാപിറ്റൽ ലെറ്റർ M ആണ്. അപ്പോൾ എല്ലാവർക്കും മൊളാരിറ്റി മനസ്സിലായല്ലോ. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് മൊളാലിറ്റി ആണ് പഠിക്കാനുള്ളത്. ഓക്കെ. എന്താണ് മൊളാലിറ്റി എന്ന് നോക്കി. മൊളാലിറ്റി ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് പെർ കിലോഗ്രാം ഓഫ് ദ സോൾവെൻറ്റ്. അതായത് മൊളാരിറ്റി എന്തായിരുന്നു? ഡിസോൾവ്ഡ് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ ആയിരുന്നു അല്ലേ. അപ്പോൾ 1 kilogram സോൾവെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ എത്ര സൊല്യൂട്ട് ഡിസോൾവ് ആയിരിക്കുന്നുവോ ആ എമൗണ്ടിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് മൊളാലിറ്റി. മനസ്സിലായോ? മറ്റേ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? 1 ലിറ്റർ സൊല്യൂഷനിലായിരുന്നു. ഇത് 1 kg സോൾവെൻ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ എത്ര സൊല്യൂട്ട് ഡിസോൾവ് ആയിരിക്കുന്നു ആ എമൗണ്ടിനെയാണ് എന്ത് വിളിക്കുന്നത്? മൊളാലിറ്റി എന്ന് വിളിക്കുന്നത്. മൊളാലിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എമ്മിലാണ്. ഓക്കെ. സ്മോൾ ലെറ്റർ എമ്മിലാണ് മൊളാലിറ്റി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം മൊളാലിറ്റിയുടെ ഇതെന്താണ്, യൂണിറ്റ് എന്താണെന്ന് നോക്കാം. നോക്കിയേ, മൊളാലിറ്റി നമുക്ക് മൊളാരിറ്റിയുടെ നമ്മളിപ്പം മോളാർ ആയിരുന്നു പറഞ്ഞത്. അപ്പം മൊളാലിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മൊളാൽ ഓർ മോൾ കിലോഗ്രാം ഇൻവേഴ്സ് ആയിരിക്കും. ഓക്കെ. ഒന്നെങ്കിൽ മൊളാൽ അല്ലെ മോൾ കിലോഗ്രാം ഇൻവേഴ്സ് ആയിരിക്കും മൊളാലിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇത് ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ. ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. മൊളാരിറ്റി ആണെങ്കിൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. ഇത് മൊളാലിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. മൊളാലിറ്റി സ്മോൾ ലെറ്റർ M = WB/MB മറ്റേതുപോലെ തന്നെ ഇൻറ്റു
1000 ഡിവൈഡഡ് ബൈ WA ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് WA? ഞാൻ പറഞ്ഞു W എന്നാൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക അത് ഗിവൺ മാസ് ആണ്. ഓക്കെ, W എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഗിവൺ മാസ് ആണ്. അപ്പോൾ A എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സോൾവെൻ്റ് ആണ്. B സൊല്യൂട്ട് ആണ്, A എന്ന് പറയുന്നത് സോൾവെൻ്റ് ആണ്. സോ WA എന്ന് പറയുന്നത് എന്താണ്? ഗിവൺ മാസ് ഓഫ് സോൾവെൻറ്റ് അല്ലേ? ഗിവൺ മാസ് ഓഫ് സോൾവെൻ്റ് ആണ് എന്ത്? WA എന്ന് പറയുന്നത്. സോ അപ്പോൾ WB എന്ന് പറയുന്നത് എന്തായിരുന്നു? WB എന്ന് പറയുന്നത് ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ മൊളാരിറ്റിയും മൊളാലിറ്റിയും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ. അപ്പം മൊളാരിറ്റി കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മളിവിടെ WAക്ക് പകരം വോളിയം ഇൻ മില്ലി ലിറ്റർ ആണ് കൊടുക്കുന്നത് അല്ലേ? അതേസമയം മൊളാലിറ്റി ആണെങ്കിൽ ഇവിടെ എന്തുവാ? ഗിവൺ മാസ് ഓഫ് സോൾവെൻ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് ഇക്വേഷനിൽ. സോ അപ്പം ഏത് പ്രോബ്ലംസ് വന്നാലും ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മൊളാരിറ്റിയും കാണാൻ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളിത് നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്